നീചസ്ഥാനത്ത് പ്രധാന വാതിലോ ഗേറ്റോ ഉണ്ടായാൽ അവിടെ ദുർമരണം സംഭവിക്കുമെന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം അവിടെ നിത്യരോഗികൾ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. നിത്യരോഗി എന്ന് പറയുമ്പം സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന, അറ്റാക്ക് പോലുള്ള അസുഖങ്ങളൊക്കെ വന്ന് സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. നമ്മുടെ വീടോ പരിസരത്തുള്ള വീടുകളോ നമ്മൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഉപേക്ഷ വിചാരിക്കരുത്. നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് പടിഞ്ഞാറ് ദിക്കിൻ്റെ ഗുണദോഷ ഫലങ്ങളും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വാസ്തുശാസ്ത്ര വിധി പ്രകാരം പടിഞ്ഞാറ് ദിക്കിൻ്റെ അധിപൻ വരുണനാണ്. വരുണനെ കൂടാതെ 8 ദേവതകളും അവിടെ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. അതിൽ 5 പേരും ക്രൂരന്മാരാണ്. അതിനാൽ തന്നെ പടിഞ്ഞാറ് ദിക്ക് അത്ര ശുഭകരമായ ദിക്കല്ല എന്നാണ് വാസ്തുശാസ്ത്രം സൂചിപ്പിക്കുന്നത്. വരുണൻ ജലത്തിൻ്റെ ദേവനാണ്. അതുകൊണ്ട് തന്നെ പൊതുവിൽ അറിയപ്പെടുന്നത് എങ്ങനെയാ? വരുണനെ മഴയുടെ ദേവനായിട്ടാണ് അറിയപ്പെടുന്നത്. കൂടാതെ സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും ദേവനും കൂടിയാണ്. ശിക്ഷകനും രക്ഷകനും കൂടിയാണ് വരുണൻ. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറ് ദിക്കിലുള്ളവർ എപ്പോഴും ശക്തരായിരിക്കുമെന്നാണ്. പടിഞ്ഞാറ് ദിക്ക് ഉയർന്നിരുന്നാൽ അവർ ധർമ്മിഷ്ഠരും സത്യസന്ധരുമായിരിക്കും. പടിഞ്ഞാറ് ദിക്ക് താഴ്ന്നിരുന്നാൽ അവിടെ അസത്യവും അനീതിയും കുടികൊള്ളുമെന്നാണ്. വാസ്തു നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ അവിടെ വസിക്കുന്നവർക്ക് ശത്രുക്കൾ കൂടുതലായിരിക്കും. മാനസിക സമ്മർദ്ദം കൂടാതെ കുടുംബജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളായിരിക്കും. പടിഞ്ഞാറ് ദർശനമായ ഗൃഹങ്ങളിൽ വസിക്കുന്നവർ ഉറച്ച അഭിപ്രായമുള്ളവരായിരിക്കും. അവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. മറ്റുള്ളവർ അവരെ ഭരിക്കുന്നത് അവർക്കിഷ്ടമുള്ള കാര്യമല്ല. അതേപോലെ തന്നെ അവരുടെ ഓരോ പ്രവൃത്തികളും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇവർ പ്രവർത്തിക്കുന്നത്. ഇവർ മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ മിടുക്കരായിരിക്കും. കഷ്ടപ്പെടുവാൻ തയ്യാറായവരാണ്. അതായത് കഠിനാധ്വാനികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ദിക്കിൽ നിർമ്മാണത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ അവർ കുപ്രസിദ്ധി നേടിയിരിക്കുമെന്നുള്ളതാണ്. പ്രവർത്തന രംഗത്ത്, അതായത് ഔദ്യോഗിക രംഗത്തായാലും വ്യാപാര രംഗത്തായാലും ഇവർക്ക് സ്വസ്ഥതയുണ്ടാകില്ല. വാസ്തുശാസ്ത്രത്തിൽ ഓരോ ദിക്കിനും ഓരോ അർത്ഥവും ഓരോ സ്വഭാവവുമുണ്ട്. പടിഞ്ഞാറ് ദിക്കിലുള്ള നിർമ്മാണ പ്രവൃത്തികളെല്ലാം തന്നെ വൃഷഭയോനി ചുറ്റളവ് വരുന്ന കണക്കിലാണ് ആചാര്യന്മാർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ദിക്കിനും, അതായത് 8 ദിക്കുകൾക്കും പക്ഷി മൃഗാദികളുടെ പേരിലാണ് ദിഗ്യോനികൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിക്കിനും ഓരോ അർത്ഥവും ഓരോ സ്വഭാവമുണ്ട് എന്ന് മനസ്സിലാക്കാം. വൃഷഭം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ കാള എന്നാണ് അർത്ഥം. കാള എന്നത് തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് കഠിനാധ്വാനം നിർബന്ധം എന്നാണ്. മുൻകാലങ്ങളിൽ കാള ധനസമ്പത്തിനെ കൊണ്ടുവരുന്ന ഒരു പ്രധാന ഘടകമായിട്ടാണ് കണ്ടിരുന്നത്, അതും കഠിനാധ്വാനത്തിലൂടെ. അതുകൊണ്ട് തന്നെയായിരിക്കണം ആചാര്യന്മാർ പടിഞ്ഞാറ് ദിക്കിനെ വൃഷഭയോനിയിൽ വരുന്ന കണക്കുകളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. പടിഞ്ഞാറ് ദിക്കിനെ ഭൗതികവും സാമ്പത്തികവുമായ സുരക്ഷയെയാണ് സൂചിപ്പിക്കുന്നത്. സന്തോഷകരമായ ജീവിതത്തിന് സ്ഥിരത നൽകുമെന്നുള്ളതാണ്. ഇവിടെ ആത്മവിശ്വാസം കൂടിയിരിക്കും. ഇവർക്ക് കഠിനാധ്വാനത്തിലൂടെ എല്ലാ വിജയങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. വാസ്തുപരമായി പടിഞ്ഞാറ് ദിക്ക് ഉയർന്നിരുന്നാൽ അവിടെ ഗുണങ്ങൾ നിലനിൽക്കുമെന്നുള്ളതാണ്. വീട് സാമ്പത്തികമായി ഉയർച്ച നേടുവാൻ സാധിക്കും. സമൂഹത്തിൽ അംഗീകാരവും ബലവും ഉണ്ടാകും. ശത്രുക്കളോട് പൊരുതുവാൻ ശേഷിയുള്ളവരായിരിക്കും. വലിയ സ്ഥാപനങ്ങൾ, ധനികരായിട്ടുള്ള ആളുകൾ, ഭരണാധികാരികൾ, രാജകീയ ഗൃഹങ്ങൾ ഇവയെല്ലാം തന്നെ പടിഞ്ഞാറ് ഉയർന്ന ഭൂമിയിലായിരിക്കും കാണാൻ കഴിയുന്നത്.
പടിഞ്ഞാറ് ദിക്ക് താഴ്ന്നിരുന്നാൽ ജീവിതം അലോരസമായിരിക്കും. സ്ഥിരത കുറയും. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. ധനനഷ്ടമുണ്ടാകും. മാനസിക സമ്മർദ്ദമുണ്ടാകും. കൂടുതൽ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. തുടർന്നങ്ങോട്ട് നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടമായിരിക്കും കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ജ്യോതിഷപരമായി നോക്കിയാൽ പടിഞ്ഞാറ് ദിക്ക് ശനിയുടെ നിയന്ത്രണത്തിലാണ്. സ്ഥിരത, ആത്മവിശ്വാസം, ശക്തി എന്നിവയെ സൂചിപ്പിക്കുന്നു. പടിഞ്ഞാറ് ദിക്ക് ഉയർന്നിരുന്നാൽ ഗൃഹത്തിനും ഗൃഹവാസികൾക്കും മികച്ച പരിരക്ഷ നൽകുമെന്നതാണ്. ഔദ്യോഗിക നിലയിൽ ഉയർന്നവർക്കും ഭരണാധികാരികൾക്കും ശക്തരായ വ്യക്തികൾക്കും ഇത് നല്ലതായിരിക്കും. പടിഞ്ഞാറ് ദിക്കിലുള്ള വീടുകൾ ശരിയായി നിർമ്മിച്ചാൽ ശക്തിയും സമൃദ്ധിയും കൊണ്ടുതരുമെന്നാണ്. അല്ലാത്തപക്ഷം പ്രതികൂല ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. പടിഞ്ഞാറ് ദിക്കിലുള്ള വീടുകൾ ശക്തിയും സമൃദ്ധിയും സൂചിപ്പിക്കുന്നു. പടിഞ്ഞാറ് ദർശനമായ ഗൃഹങ്ങളിൽ വസിക്കുന്നവർ ശാരീരിക കഷ്ടപ്പാടുകളുള്ളവരായിരിക്കും. അതായത് കഠിനാധ്വാനികളായിരിക്കുമെന്നതാണ്. ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ശേഷമായിരിക്കും ഇവർക്ക് വിജയിക്കുവാൻ കഴിയുന്നത്. ഇവർ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ഉള്ളവരായിരിക്കും. വാസ്തു നിയമങ്ങൾ പാലിച്ചാൽ വ്യാപാരികൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും പടിഞ്ഞാറ് ദർശനം നല്ലതാണ്. അതേപോലെ തന്നെ തെക്കും പടിഞ്ഞാറും ഭാഗത്തുള്ള കാലിസ്ഥലത്തേക്കാൾ കൂടുതലായിരിക്കണം വടക്കും കിഴക്കുമുള്ള കാലിസ്ഥലം. അല്ലാത്തപക്ഷം അവിടെ ജീവിതത്തിന് ഒരു സ്വസ്ഥതയുണ്ടാകില്ല. അവിടെ എന്നും പ്രശ്നങ്ങളായിരിക്കും. അതേപോലെ തന്നെ തെക്കും പടിഞ്ഞാറുമുള്ള മതിലിൻ്റെ ഉയരം കിഴക്കും വടക്കുമുള്ള മതിലിൻ്റെ ഉയരത്തേക്കാൾ കൂടുതലായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ കഴിവതും പടിഞ്ഞാറ് ഭാഗത്ത് ഉദ്യാനം നിർമ്മിക്കാതിരിക്കുക. കാരണം ഉദ്യാനം നിർമ്മിച്ചാൽ അവിടെ കാലിസ്ഥലം രൂപപ്പെടുകയാണ്. അതുകൊണ്ട് ഉദ്യാന നിർമ്മാണം പടിഞ്ഞാറ് ഭാഗത്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അഥവാ ഉദ്യാനം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കാലിസ്ഥലം കിഴക്ക് ഭാഗത്ത് ഉണ്ടായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പടിഞ്ഞാറ് ഭാഗത്ത് ശാസ്ത്രം നിർദ്ദേശിക്കുന്ന വൃക്ഷങ്ങളും അതുപോലെയുള്ള മറ്റു വലിയ വൃക്ഷങ്ങളും പരിപാലിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പടിഞ്ഞാറ് ദർശനമായ ഗൃഹത്തിൻ്റെ പ്രധാന വാതിലും ഗേറ്റും ഉച്ചസ്ഥാനത്തായിരിക്കണം. ഉച്ചസ്ഥാനമെന്ന് പറയുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തെ, അതായത് തെക്ക് വടക്കുള്ള നീളത്തെ രണ്ടായി ഭാഗിച്ചാൽ വടക്കോട്ട് മാറി വരുന്ന പകുതി ഭാഗമാണ് ഉച്ചസ്ഥാനം. തെക്കോട്ട് മാറി വരുന്ന പകുതി ഭാഗം നീചസ്ഥാനവുമാണ്. ആ നീചസ്ഥാനത്ത് സിറ്റ് ഔട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സിറ്റ് ഔട്ട് കൊടുത്താൽ അവിടെ പ്രധാന വാതിലും കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ കാലിയായ സ്ഥലം രൂപപ്പെടുകയാണ്. അങ്ങനെ വരാൻ പാടില്ല. നീചസ്ഥാനത്ത് പ്രധാന വാതിലോ ഗേറ്റോ ഉണ്ടായാൽ അവിടെ ദുർമരണം സംഭവിക്കുമെന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം അവിടെ നിത്യരോഗികൾ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. നിത്യരോഗി എന്ന് പറയുമ്പം സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന, അറ്റാക്ക് പോലുള്ള അസുഖങ്ങളൊക്കെ വന്ന് സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. നമ്മുടെ വീടോ പരിസരത്തുള്ള വീടുകളോ നമ്മൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഉപേക്ഷ വിചാരിക്കരുത്. അത് നമ്മുടെ ചാനലിൻ്റെ നിലനിൽപ്പിന് കൂടി ബാധകമാകുന്നതാണ്. അതിനാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. പടിഞ്ഞാറ് ദർശനമായ ഗൃഹങ്ങളിൽ നിർമ്മാണത്തിൽ വരുന്ന പാകപ്പിഴകൾ പുരുഷന്മാരെയാണ് അധികവും ബാധിക്കുന്നത്. അങ്ങനെയുള്ള ഗൃഹങ്ങളിൽ സ്ത്രീകൾക്ക് ആധിപത്യം കൂടിയിരിക്കും. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.